ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ തമ്മിലിൽ നിങ്ങൾ കണ്ട പോലെ ഇറ്റ്സ് എ സോളോ ട്രിപ്പ്. എപ്പോഴും ഞാൻ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ പേരൻസോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ആരെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. സോ ദിസ് ഇസ് എ വെരി ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വ്ളോഗാക്കാം, ബിക്കോസ് ഇതൊരു ഓർമ്മയാണല്ലോ. എൻ്റെ ഫസ്റ്റ് സോളോ ട്രാവലാണ്. ലോങ് ഒന്നുമല്ല, ഞാൻ കൊച്ചി വരെ പോകുന്നുള്ളൂ. എനിക്ക് കൊച്ചിയിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ കൂടെ ഒരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതൊരു കുറച്ച് ദിവസം മുന്നെയാണ് ഞാനിത് തീരുമാനിക്കുന്നത് എങ്ങനെ പോവാന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ടിക്കറ്റ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല, കാരണം ദിവാലി ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ഒരു ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ടിക്കറ്റൊക്കെ ഫുള്ളായിരുന്നു. ഞാനൊരു 4 ഡേയ്സ് ഒക്കെ മുന്നേ ടിക്കറ്റ് നോക്കുന്നുണ്ട്, പക്ഷെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറാൻ പോകുന്നത് ട്രെയിനിൽ. സോ എന്താവും എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് വഴിയെ കാണാം. ശരിയേ. She left her home to find where she belonged. Her mother's scared to leave her alone. But she got time and she knows what to figure out. അങ്ങനെ കൊച്ചിയിലെത്തി നമ്മൾ നേരെ ഊബർ പിടിച്ച് പൂപ്പിയുടെ ഫ്ലാറ്റിലോട്ടാണ് പോകുന്നത്. പോയിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താ പറയണ്ടേ? ഒന്നും പറയണ്ട. ഹലോ, നമസ്കാരം. ഞങ്ങൾ സിനിമയ്ക്ക് പോകുവാണ്. ഓക്കെ ബൈ. ഓക്കെ ബൈ. അങ്ങനെ കുളിച്ച് ഫ്രഷായി ഞങ്ങൾ നേരെ സിനിമ കാണാനാണ് പോയത്, ഷെനോയ്സിലോട്ട് അമരൻ കാണാൻ വേണ്ടിയിട്ട് പോയി. അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തത്. ഇപ്പോൾ പോയപ്പോൾ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ അവനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് പിന്നെ നമ്മൾ നമ്മുടെ സ്ഥിരം പരിപാടി കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ ഇതിനകത്തൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പൂപ്പി ഈ സിനിമയിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പാട്ട് കേൾക്കാനും സിനിമ കാണാനും ഒക്കെ. അവളും കൂടെ പാടിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആസ് എ ഫ്രണ്ട് എനിക്കും ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇതിപ്പോൾ അവൾക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ സിനിമ കാണാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കൊണ്ടു തന്നു. അപ്പം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റിലാക്സ് ചെയ്ത് സിനിമയൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മൂവി. പിന്നെ ഞാനും ഭരതേട്ടനും പൂപ്പിയും കൂടെ ആയിരുന്നു സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവളുടെ പാട്ട് പ്ലേ ആയ സമയത്ത് ഞാനും ഭരതേട്ടനും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് അവളുടെ റിയാക്ഷൻ ഷൂട്ട് ചെയ്യായിരുന്നു പാട്ട് കേൾക്കുമ്പോഴുള്ള. അപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു പാട്ട്. യൂട്യൂബിൽ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്തായാലും ഉടനെ വരുന്നുണ്ടാവും. കണ്ടിട്ട് മനസ്സിലായല്ലോ. കരത്തൊരു വഴിക്കായി. അതെ, എല്ലാരും കണ്ടു. നല്ല സിനിമയാണ്. നല്ല സിനിമ. ഭയങ്കര വിഷമം വരും. അതെ, നമ്മള് കഴിഞ്ഞു. ഞാനും ചാനലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കരയായി. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. രണ്ടാളും മുഖമൊക്കെ രണ്ടാളും കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു. നല്ല ഫിലിമ. എന്തായാലും ആരായാലും കണ്ടു പോകും. അടിപൊളി. എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല. എന്റെ പാട്ടുള്ളത് കൊണ്ട് പറയും. നല്ല സിനിമ. ഇവള് പാടിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. ഞാൻ എന്റെ ശബ്ദം കേട്ടത് ഭയങ്കര. ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഓക്കെ, ബൈ ബൈ. നാളെ കാണാം. ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ. സമയം 1:45. ബൈ ബൈ. You regret it all too much. Just wait, I will find you someday. So the same, yeah, she does not know. അപ്പം നമ്മൾ എൻ്റെ ബ്ലോക്കിൽ പോയി HOD-നെയൊക്കെ കണ്ട് ടീച്ചേഴ്സും ഇപ്പം എന്നെ പഠിപ്പിച്ച കുറേ ടീച്ചേഴ്സ് അവിടെ ഇല്ല. പ്രിൻസി മാം അങ്ങനെ കുറച്ച് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ട് അപ്പം കുറേ നേരം സംസാരിക്കാൻ പറ്റിയില്ല, കാരണം അവിടെ വൈവ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ
എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ മെയിൻ ബ്ലോക്കിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് പ്രിൻസിപ്പളിനെയും കൂടെ ഒന്ന് കാണണം. Everything she got from her. You got time and you know what to figure out. This ain't in a dream. That love will come around. So don't stay. You regret it all too much. Just wait. I will find. അപ്പോൾ കോളേജിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഊട്ടുപുരയിൽ പോയി ഫുഡ് കഴിച്ചു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഊണ് കഴിച്ചു. ഇനിയിപ്പം ഞാൻ താമസിച്ച ഫ്ലാറ്റും അതൊക്കെ ഞാൻ കാണിച്ചു തരാം. മഹാരാജാസ് കോളേജിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ താമസിച്ച ഫ്ലാറ്റ്. ജസ്റ്റ് നമുക്ക് ചുമ്മാ ഒന്ന് ഓർമ്മകൾ അയവറക്കാം. ഈവൻ ഊട്ടുപുരയും എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. ഞാൻ അതുകൊണ്ട് അവിടെ തന്നെ പോയി ഫുഡ് കഴിച്ചേ. ഞാനും അമ്മയും എവിടെയെങ്കിലുമൊക്കെ പോയി ലേറ്റ് ആയാലൊക്കെ ഞങ്ങൾ ഊട്ടുപുരയിലാണ് പോയി ഫുഡ് കഴിക്കാറ്. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊ നാട്ടിൽ പോയി വന്നാലോ ദുബായിൽ പോയി വന്നാലോ ഒക്കെ നമ്മൾ അന്നത്തെ ദിവസം ഫുഡ് ഉണ്ടാക്കില്ലല്ലോ. അപ്പൊ നമ്മൾ നേരെ ഊട്ടുപുരയിലാണ് പോവാ ഫുഡ് കഴിക്കാൻ. അപ്പൊ അതും എനിക്കും അമ്മയ്ക്കും അത് ഭയങ്കര സ്പെഷ്യൽ പ്ലേസ് തന്നെയാണ്. അപ്പൊ ചുമ്മാതെ എന്തോ എനിക്ക് ഇവിടെയൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ചുറ്റി നടന്ന് ഞാൻ താമസിച്ച സ്ഥലവും ഒക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ച്. ഞാൻ മൈക്ക് എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ചിലപ്പം ഈ വണ്ടികൾ പോകുന്ന ശബ്ദം എനിക്ക് വല്ലാണ്ട് കേൾക്കുന്നുണ്ടാവും. പിന്നെ അത്രയൊക്കെ ഉള്ളു. അപ്പൊ ഞാൻ കാണിച്ചു തരാമല്ലോ. സോ എക്സൈറ്റഡ്, എന്തിനാന്ന് അറിയത്തില്ല, ചുമ്മാ. ഇവിടെയായിരുന്നു ഞാൻ എൻ്റെ PG കാലഘട്ടങ്ങളിൽ താമസിച്ചത്. എൻ്റെ 2 വർഷം ഈ ഫ്ലാറ്റിലായിരുന്നു, ആസെറ്റിക്സ് തൊട്ടേക്കാട്ടിൽ. ഇതിൻ്റെ 9th ഫ്ലോറിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ പറയാമല്ലോ ഞാൻ അവിടെ നിന്ന് പോകുന്നല്ലോ, അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് ഇവിടെ ആയിരുന്നു എന്ന് പറയാമല്ലോ. ഇത് നമ്മുടെ മഹാരാജാസ് കോളേജിൻ്റെ ബാക്ക് ഗേറ്റും നമ്മുടെ ഫ്ലാറ്റിൻ്റെ എൻട്രൻസും ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. IMA ബ്ലഡ് ബാങ്കിൻ്റെ ഒക്കെ സൈഡിലായിട്ടാണ് ഈ ഫ്ലാറ്റ്. അപ്പം എൻ്റെ 2 വർഷത്തെ ഓർമ്മകൾ ഒക്കെ അവിടെയാണ്, ആ ഫ്ലാറ്റിലാണ്. ഹായ് ഗൈസ് ആഫ്റ്റർ ലോങ് ടൈം. യെസ്, ഇത് കേക്കോ ഫാൻ്റെ സൗണ്ട് ആയിരിക്കും മിക്കവാറും കൂടുതൽ. ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ മറന്നു. ഇപ്പഴാ ഞാൻ ഓർത്തെ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. മീറ്റ് മൈ ഫ്രണ്ട് പവിത്ര പത്മകുമാർ മേനൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല വ്ളോഗുകളിലും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന് എന്നെ കാണാൻ വേണ്ടിട്ട് തിരിച്ച് ഫോണ് പോയി. യാത്രയാക്കണ്ട. ഇന്നലെ ഞാൻ ട്രെയിനിൽ വരുമ്പോ എന്നോട് ട്രെയിനിൽ കേറിയോ, ഞാൻ കേറി. ഐ ആം സോ എക്സൈറ്റഡ് ടു സീ യു എന്നൊക്കെ. അപ്പൊ ഞാനാണെങ്കിൽ അതെ പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. ആരെങ്കിലൊക്കെ പറഞ്ഞല്ലോ എന്നെ കാണാൻ. ഒരു 1.5 മാസം പക്ഷെ യൂഷ്വലി നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. ഇപ്പൊ ഞാൻ കണ്ണൂരായതുകൊണ്ട് മാസങ്ങൾ ഇടവിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. ഇനിയിപ്പൊ അതും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ പറയാം. അതെ, കുറച്ച് കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല. അപ്പൊ പക്ഷെ ഇവർ എന്നെ കൂട്ടാണ്ട് മൂവിക്ക് പോയി. അതൊരു പുണ്യ. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, നീ അമരം കണ്ടോ? കണ്ടു. എന്നിട്ട് പിന്നെ വേറെ ടോപ്പിക് മാറ്റി. അതെ, അതൊരു പെട്ടെന്നുണ്ടായ പ്ലാനാ. അതുകൊണ്ടാ. പിന്നെ രാത്രിയായിരുന്നല്ലോ, നമ്മള് തൃപ്പൂണിത്തുറേന്നേ വരണം, അപ്പൊ ബുദ്ധിമുട്ടാവൂലെന്ന് വിചാരിച്ചു പറയാലോ. ഞങ്ങള് പിന്നെ ഓക്കെ അത് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നീ ഐ എം സോ എക്സൈറ്റഡ് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്നോട് വേറെ ഒരാളും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വരുന്നതിൽ ആരെങ്കിലും ഒക്കെ സന്തോഷിക്കുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ പുണ്യ ഒരു റെക്കോർഡിങ്ങിന് പോയേക്കാം. അപ്പൊ ഞാനും അവളും ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കാനുള്ള
ഫുഡ് വന്നു. ഇനി അത് കഴിക്കണം, വിശക്കുന്നു. Yeah. അങ്ങനെ ഇരിക്കുന്നു. നമ്മള് ഒന്നും ചെയ്തില്ല അല്ലേ? ഒന്നും ചെയ്യില്ല. കുറെ നേരം സംസാരിച്ചിരുന്നു ഇങ്ങനെ വെറുതെ. ഫുൾ സംസാരമുള്ളി. എന്താ അത്രയ്ക്ക് പറയാനുള്ളതെന്ന് അറിയില്ല. അറിയില്ല, നമ്മുടെ കാര്യം പോലെ അല്ല നമ്മൾ ആ സംസാരിക്കുന്നത്. മറ്റുള്ള ഗേൾസ് കൂടിക്കഴിഞ്ഞാ യൂഷ്വൽ ഗോസിപ്സ് ഉണ്ടാവും. അങ്ങനെ കൊറേ നമ്മള് ഈവൻ ദോ നമ്മള് കൊറേ കഴിഞ്ഞിട്ടാ കാണുന്നെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആവശ്യമില്ല, പക്ഷെ ആ. നമ്മള് അറിയില്ല, എന്നാലും കൊറേ എന്തൊക്കെയോ പറയാനുണ്ട്. എന്തൊക്കെയോ ഒക്കെ അത് ഈവൻ സംസാരിച്ചു. നമ്മൾ ഇന്ന് കണ്ട് നാളെ കണ്ടാലും ഇതേപോലെ സംസാരിക്കണം. എല്ലാ നാളെ ഗേൾസ് വേറെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇതേ കാര്യം ഒന്നുകൂടി പറയാം. എല്ലാ ഗേൾസ് ഗ്യാങ്ങും ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് സോ ഒന്നും ചെയ്തില്ല ഗൈസ്. എന്നാ നമുക്ക് നാളെ എന്തെങ്കിലും ചെയ്യണം. നാളെ നാളെ കൂടെ ഉണ്ട്. സോ അതെ, നാളെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്നു. വിചാരിക്കുന്നു, പക്ഷെ ഉറങ്ങി എണീക്കണം ആദ്യം. എണീക്കുമ്പോ തന്നെ മിക്കവാറും ഇന്ന് പുണ്യ വരാൻ ലേറ്റ് ആവും. കാരണം അവിടെ റെക്കോർഡിങ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ 1 മണിക്കൂറിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ ആള് പോയി 6:30 പോയത്. ഇപ്പൊ സമയം 10 മണി ആവാറായി. അപ്പൊ അവളിനി വന്ന് ഇനി അവളുമായിട്ടിരുന്ന് സംസാരിച്ച് ഉറങ്ങുമ്പോ എന്തായാലും ലേറ്റ് ആവും. അപ്പൊ നാളെ എണീക്കുന്നത് ഒരു ടൈം ആവും. ഇന്ന് തന്നെ ഒരു ടൈം ആയായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ. അപ്പൊ ഇതൊക്കെയാണ് ഇത്ര നേരം സംഭവിച്ചത്. മാത്രമൊന്നും ചെയ്യുന്നില്ല. അതെ, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഓർക്കുള്ളൂ. ഇങ്ങനെ ബെഡിലിരിക്കുന്ന, കിടക്കുന്ന, വർത്താനം കുറച്ച് പറയുന്നു. നേരം കിടക്കും, പിന്നെ ബോറടിക്കുമ്പോ അതെ, ഇരിക്കും. പിന്നെ ചമ്പറും കഴിഞ്ഞിരിക്കും. പിന്നെ അവിടെ പുണ്യ പുറത്തുനിന്ന് പോയിട്ട് കുറെ ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അവള് ഖത്തറിൽ പോയിട്ട് വന്നപ്പോ കൊറേ ഭയങ്കര ടേസ്റ്റ് ഗൈസ്. എന്നിട്ട് ഞാൻ ഷുഗർ കട്ടില്ല. അപ്പൊ ഇത് ഇവള് എന്റെ മുന്നിൽ ഇരുന്നിട്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നു. ഞാൻ പകുതി കൂടുതൽ ഞാൻ അത് തീർത്തത്. എനിക്ക് ഇന്നലെ പുണ്യ വന്ന ഉടനെ ചോക്ലേറ്റ്സ് എടുത്തത്. അപ്പൊ ഞാൻ മോളെ, എനിക്കാണെങ്കിൽ ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടം. എനിക്ക് എന്നെ പോലെ കഴിക്കുന്ന ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ അടുത്ത് അമ്മ ഇടയ്ക്ക് പറയും, നമ്മള് ഇങ്ങനെ ഒരു ഇത് പറയില്ലോ, ദുബായിലൊക്കെ നീ നിന്നിട്ടും നിനക്ക് നാട്ടിലുള്ള പിള്ളേരിനെക്കാളും വെറിയാണ് ചോക്ലേറ്റിനെന്ന് നിന്റെ അടുത്ത് പറയാറില്ല. ഐ തിങ്ക് നമ്മൾ പുറത്തായതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്ര ചോക്ലേറ്റ് ക്രേവിങ്സ്. കാരണം അവിടെ വെച്ചാല് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് നമ്മള് ചോക്ലേറ്റ് കഴിക്കുന്നത്. ഞാൻ എപ്പോഴും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ചോക്ലേറ്റ് കഴിക്കും. എന്റെ വീട്ടിലും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അച്ഛൻ എപ്പോഴും ജോലി കഴിഞ്ഞ് വരുമ്പം ഒരു ഡയറി മിൽക്കിന്റെ ബാറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പൊ നമുക്ക് ശീലമായിട്ട് അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് ക്രേവിങ്സ്. അപ്പൊ ഞാൻ എനിക്ക് പുണ്യക്ക് അത്രയില്ല. പക്ഷെ പുണ്യക്ക് ഇപ്പൊ എന്റെ കൂടെ താമസിക്കുന്ന സമയത്ത് അവക്ക് ഇങ്ങനെ സ്വീറ്റ്സിനോട് ക്രേവിങ്സ് ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ കഴിക്കുന്ന കണ്ട് എന്റെ വീട്ടിൽ അധികം ചോക്ലേറ്റ് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ കഴിക്കുമ്പോ ഇവക്കും ഞാൻ കൊടുക്കുമല്ലോ. അപ്പൊ ഇവള് കഴിച്ച് ഇപ്പൊ അവള് പറയും, നിങ്ങളൊക്കെ ഷുഗർ കട്ട് ചെയ്തപ്പോ എനിക്ക് ഷുഗറിനോട് ക്രേവിങ്സ് തുടങ്ങി. ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് അവൾക്ക് നിന്റെ തോന്നുന്നു. എന്റെ അടുത്ത് പുണ്യൊക്കെ കിട്ടിയേക്കുന്നത്. അപ്പൊ ഞാനിപ്പം എന്നിട്ട് ഇന്നലെ അവള് ചോക്ലേറ്റ് വന്നപ്പോ ഞാൻ പറഞ്ഞു ഷുഗർ കട്ടിലാണ്, എനിക്ക് ആ ചോക്ലേറ്റ് ഒക്കെ മിസ്സായി. ഞാൻ ഇവിടെ വന്നതിന് ശേഷം തന്നെ ഞാൻ റിവ്യൂ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവള് യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊക്കെ എന്നോട് പറഞ്ഞേ. ഞാൻ ചുമ്മാ ഇല്ല, ഞാൻ പറയുമ്പോൾ ഞാൻ ജാതി വഴി അറിയിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാരും സബ്സ്ക്രൈബ്. ഇങ്ങനെ ചുമ്മാ. അപ്പൊ ഞാൻ പകുതി കൂടുതൽ ചോക്ലേറ്റ്സ് ഫുള്ള് തീർത്തു അവളുടെ. പിന്നെ അവള് കഴിക്കാത്തോണ്ട് കുഴപ്പമില്ല. ഞാൻ എന്നിട്ട് കൊതി വന്നിട്ട് ഒരു ചെറിയ കഷ്ണം വളരെ ചെറുത് കഴിച്ചു. അല്ലെങ്കിൽ ഇന്നെന്റെ ചീറ്റ് ഡേ. യൂഷ്വലി സൺഡേ ആണ് ചീറ്റ് ഡേ. പക്ഷെ ഇന്നലെ സൺഡേ ആയിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ ചീറ്റ് ഡേ എടുത്തില്ല. കാരണം ഇന്ന് ഇവിടെ വന്നിട്ട് ചീറ്റ് ഡേ എടുക്കാന്ന് വിചാരിച്ചു. എവിടെയെങ്കിലൊക്കെ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് കണ്ടല്ലോ, ഊണ് കഴിച്ചേ. അപ്പൊ അങ്ങനെ ഒന്നും പുറത്ത് പോകാൻ പറ്റിയില്ല, കാരണം അവക്കൊരു റെക്കോർഡിങ് വന്നതുകൊണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഷവർമ ഓർഡർ ചെയ്തേ. പക്ഷെ അത് ചീറ്റ് തന്നെയാ. മയണൈസ് ഉണ്ടല്ലോ അതിനകത്ത്, ചീറ്റ. എന്നാലും അങ്ങനെ ചീറ്റ് ഡേക്ക് കഴിക്കാനും മാത്രമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. കാരണം ഇവള് മെയിൻലി ഷുഗർ ആണ്. ഒരു ഇത്തിരി പോരെ അത്. അല്ലെങ്കിൽ ഇവള് നാളെ വയറിളകി ബാത്റൂമിൽ എണീക്കാൻ പറ്റാത്ത അവസ്ഥ. ഇല്ല നീ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല. എന്താ അറിയോ, ഇവളൊരു ചോക്ലേറ്റ് കഴിച്ചു. അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞു അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്.
അപ്പൊ എനിക്ക് അത് കഴിക്കാൻ തോന്നി. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് അത് തരുമോന്ന് ചോദിച്ചപ്പോ അവൾ എനിക്ക് തരില്ല എന്ന് പറഞ്ഞു. നീ വേറെ ഏതെങ്കിലും കഴിച്ചോന്ന്. അപ്പൊ എനിക്കത് വിഷമായി. അപ്പൊ ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ട് വേണം. അപ്പൊ എന്നിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ പോണ സ്ഥലം ഞാൻ പറയുന്നില്ല, ഞാൻ പോയിട്ട് വരുമ്പോ നിനക്ക് എന്താ അവിടെ നല്ല ബർത്ത്ഡേക്ക് കരയിപ്പിച്ച ടീംസ്. അപ്പൊ അവര് അല്ല ഞാൻ പറയാത്ത കാരണം അഥവാ എനിക്ക് അവിടെ പോവാൻ പറ്റിയില്ലെങ്കിലോ വെറുതെ എന്തിനാ പറയുന്നത് വെച്ചിട്ടാ. ഇല്ല അത് ഞാൻ മ്യൂട്ട് ചെയ്തോളാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ നല്ല ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണല്ലോ, അപ്പൊ ഞാൻ പോയിട്ട് വരുമ്പോ നിനക്ക് ഒന്നും തരില്ലാന്ന്. പക്ഷെ അങ്ങനെ പറ്റില്ല, അങ്ങനെ അവള് തരാണ്ടിരിക്കില്ല. എന്തായാലും തരും ഗൈസ്. അപ്പൊ എനിക്കൊരു കഷ്ടം. കാരണം ഇവിടെ ആകും മധുരം കഴിക്കുന്ന ആള് ഞാനാ. അപ്പൊ എന്തായാലും പക്ഷെ ഇപ്പൊ പൂപ്പി കഴിക്കുന്നുണ്ട്. എന്നാലും എന്റെ അത്ര ഇല്ല. എന്റെ അത്ര ഇല്ല. ഞാൻ ഭയങ്കരമായിട്ട് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടാ മധുരം. എനിക്ക് കട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. ഇവിടെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഭയങ്കര ക്രേവിങ്സ് തോന്നുന്നില്ല. മേ ബി അതിനോട് അഡ്ജസ്റ്റ് ആയി പോയതുകൊണ്ടായിരിക്കും. ശീലമായിട്ട്. പക്ഷെ എനിക്ക് പറ്റില്ല, ഞാൻ അങ്ങനെ ട്രൈയും ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് ഫസ്റ്റ് 2-3 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്റെ മൈൻഡില് എനിക്ക് മറ്റേ ഷുഗർ ഇല്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സീനാ. പക്ഷെ ചെയ്യണം, കാരണം ഭയങ്കര പാടാ, അത്രയും കഴിക്കുന്നുണ്ട്. എനിക്ക് ലഡു ഒക്കെ കിട്ടിയാ ഞാൻ എനിക്ക് കേട്ടോ. എനിക്ക് ആ ലഡു, എനിക്ക് മെയിൻലി ചോക്ലേറ്റ്സാ. എനിക്ക് ചോക്ലേറ്റ്, ഐസ്ക്രീം, ലഡു, ഐസ്ക്രീമും ഇല്ല. ജിലേബി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ജിലേബി എനിക്ക് ഇഷ്ടമല്ല. ചോക്ലേറ്റ്, പേട എനിക്കിഷ്ടം. മിൽപേട. ഓ മൈസൂർ പാക്ക്. അയ്യോ അതാ ഒത്തന്റിക് സാധനമില്ലേ, ആ ഗീന്റെ ഒന്നും പറയുന്നില്ല. തിന്നാൻ പറ്റില്ല. എസിന്റെ അടുത്ത് നവ്യ ബേക്കേഴ്സ് ഉണ്ട്, അവിടെ നിന്ന് കിട്ടും ബ്രോ. നല്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ വയല് വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എനിക്ക് മറ്റേ അവനീന നമ്മള് വാങ്ങിച്ചില്ലേ, അവനിലെ ഡോണറ്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ മറ്റേ ഇവിടെയും പോയി കഴിച്ചു, ചോക്കോ ലിക്കല്ലടാ, ഒരു കുറച്ച് ആന്റിമാര് കൂടി ഉണ്ടാക്കുന്ന വെണ്ണല എങ്ങാണ്ടുള്ള ഒരു സ്ഥലല്ലേ, പുണ്യ പറഞ്ഞത്. 30 rupeesന് ഡോണറ്റ് കിട്ടുന്ന. അതും നല്ല ടേസ്റ്റ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ലാസ്റ്റ് ടൈം കൊച്ചി വന്നപ്പോ പോയായിരുന്നു, ശ്രേയ വന്നപ്പോ വന്നില്ലേ, അപ്പൊ പോയായിരുന്നു. അങ്ങനെയൊക്കെയാണ്. നമ്മൾ പറഞ്ഞ് കൊറേ നേരം സംസാരിച്ചു. അപ്പൊ ഇത്ര നേരം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കിട്ടിയല്ലോ, സന്തോഷായില്ലേ? അപ്പൊ ഇനി ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ. ഷവർമ്മ വന്നിട്ടുണ്ട്, അപ്പോ ബാക്കി പൂപ്പി വന്നിട്ട് എടുക്കാം. ബൈ. അങ്ങനെ പൂപ്പി എത്തി. അവളെത്താൻ കുറേ ലേറ്റായിട്ടോ, റെക്കോർഡിങ് നല്ല ലേറ്റായി കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളതേ സ്ഥിരം പരിപാടി അവിടെ ഇരുന്നിട്ട് ഡുപ്പിനെ കളിയാക്കുക, ഇങ്ങനെ വെറുതെ അവളിങ്ങനെ അവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിൽ നമ്മൾ എന്തെങ്കിലും കോമഡി കണ്ടുപിടിച്ചിട്ട് ഇവളെ കളിയാക്കുക. അതാണ് എൻ്റെയും പൂപ്പിയുടെയും മെയിൻ ഹോബി. പക്ഷെ അത് ഭയങ്കര ഫണ്ണാട്ടോ, അതങ്ങനെ സീരിയസ് ഒന്നും ആവില്ല. ഭയങ്കര ഫൺ രീതിയിൽ നമ്മളിങ്ങനെ ചുമ്മാ നല്ല രസമല്ലേ. ഇതെനിക്ക് so good. Proper vlog ഇല്ലേ? ഈ ഫോട്ടോ ഈ പാട്ട് മാച്ച് ഉണ്ട്. നല്ല രസമുണ്ട്. അതെ വേറൊരു സെലക്ഷൻ പാട്ട് വെച്ചേ. നമ്മൾ ലുലുവില് വന്നതാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. ഇപ്പൊ ഡുപ്പിക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ കയറി ട്രയൽ റൂമിലാട്ടോ. കാണിച്ചു തരാം, ഓപ്പൺ ചെയ്യുമ്പോ കാണിച്ചു തരാമേ. ഇവിടെ വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാ പോയേ. തുറക്കണ്ട. എനിക്ക് സ്മോൾ ഇല്ല, മീഡിയം നോക്കി നോക്ക്. ഇതിന്റെ മറ്റേ സ്മോൾ ഇട്ട് നോക്കിയ സ്മോള് കറക്റ്റ് ആണോ നോക്കാതെ. അവിടെ എവിടെ ലൂസ്? കൈയൊക്കെ നോക്കുമ്പോ കൈ മാത്രം. ഇത് ലൂസാ നിനക്ക്? ഭയങ്കര ഇത് നിനക്ക് കറക്റ്റാ, കൈ മാത്രമേ കുറച്ച് ലൂസ് ഉള്ളൂ. അപ്പൊ നിനക്ക് ഏത് സൈസ്?
പിന്നെ ഒന്നും ഇഷ്ടായിട്ടില്ല. നീ ആ കാഡ്ബറി എന്തിനാണ് കൊണ്ടുവച്ചേ? റിഗ്രറ്റ് ആണ്. അതിന്റെ എമൗണ്ട് നീ നോക്കിയായിരുന്നോ? നോക്കിയിട്ടില്ല. എമൗണ്ട് എത്രയായിരുന്നു? 500 സംതിങ്. അയ്യോ അത് ഞാൻ നോക്കിയിട്ടില്ല. അമ്മ സത്യം ഞാൻ നോക്കിയിട്ടില്ല. നന്നായി അവിടെ കൊണ്ടുവച്ചത്. സീരിയസ്ലി? ആ കൊച്ചി വ്ളോഗ് ഇവിടെ അവസാനിക്കില്ല. നാളെ വീണ്ടും തുടങ്ങാം. നമ്മൾ ലുലുവിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി നമ്മൾ തിരിച്ചു പോകണം. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇത് നല്ല മഴയായിരുന്നു. പക്ഷെ മഴ വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല. പക്ഷെ നല്ല മഴയും ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഡുപ്പിയും ഒരുമിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പൂപ്പിക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നു, അവൾക്കൊരു പരിപാടീൻ്റെ. അപ്പോൾ അവളില്ലായിരുന്നു. അപ്പോൾ ഞാനും ഡുപ്പിയും കൂടെ വിചാരിച്ചു നമുക്കൊന്ന് എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന്. അപ്പോൾ നമ്മൾ മഴ കുറച്ച് തോർന്ന സമയത്താണ് പോയത്. പക്ഷെ നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തിയതും നല്ല ഇടി വെട്ടി മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ തിരിച്ചെങ്ങനെ പോകുമെന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. നമുക്ക് ഊബറിന് പോകാം, പക്ഷെ എന്നാലും നല്ല ഇടിയും മഴയൊക്കെ ആയതുകൊണ്ടേ കുറച്ച് ടെൻഷനായിപ്പോയി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വന്ന് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂപ്പി വിളിച്ച് നിങ്ങളെവിടെയാണെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ നിൽക്കും, ഞാൻ അങ്ങോട്ട് വരുന്നതെന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളും നമ്മളെ ജോയിൻ ചെയ്തു. പക്ഷേ അവൾ വിളിക്കണതിന് മുന്നേ തന്നെ ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഫുഡ് വന്നപ്പോൾ കഴിച്ചു. ഞങ്ങൾ കഴിച്ച് കഴിയാറായപ്പോഴാണ് പൂപ്പിയും ഭരതേട്ടനും പിന്നെ തങ്കപ്പനും കൂടെ വന്നത്. അപ്പം പിന്നെ അവർ വന്നിട്ട് അവരും ഈ സെയിം സാധനം തന്നെ ഓർഡർ ചെയ്തു. അപ്പം അങ്ങനെ അവരും അതൊക്കെ കഴിച്ചു. ഞാൻ ബാക്കി വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം, അവരൊക്കെ വന്നിട്ടുള്ള വിഷ്വൽസ്. പുറത്ത് മിന്നലൊക്കെ കാണാം. വേണോ എടുക്കാറുണ്ടോ പൊതുവെ? വേണ്ട, കുഴപ്പമില്ല. കൊള്ളാം. ഭയങ്കര മഴയുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുതിയ അതിഥി വന്നു ഗൈസ്. വലിഞ്ഞു എനിക്ക് വേണ്ട സ്നേഹം തരുന്നില്ല. വേറെ അതിഥി പുള്ളിക്കാരി ഓക്കെ. നിങ്ങൾ രണ്ടാളും ഇല്ല ഇതില്. നീ ഒന്നുകൂടെ കട്ടേ, കോമഡി ഉണ്ടത്. കാണിക്കേ. ഇതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്യും, കാരണം ഇവിടെ പാട്ടുണ്ട്, കോപ്പി റൈറ്റ് അടിക്കും. നീ ആക്ഷൻ സോങ് കളിച്ചാ മതി. നോക്കട്ടെ, കട്ട് ചെയ്ത് നോക്കട്ടെ. cutting. One of the best cuttings in the world. അപ്പൊ ഇത് ഇടാം നമ്മുടെ രണ്ടുപേരുടെ. കാണിക്ക ഫോട്ടോ. അത് കൊള്ളാം അല്ലേ? ഇത് നല്ല ഫോട്ടോ. കാണിക്ക്. ഇത് നല്ല ഫോട്ടോ ആണ്. കാണിക്ക്. മൂന്നെണ്ണം ഭയങ്കര വൃത്തിയാണ്. അല്ലെങ്കിൽ മൂന്നെണ്ണം ഒന്നുകൂടെ എടുക്കണം. ആ ഇത് കൊള്ളാം, നല്ല ഫോട്ടോ. ഇതെനിക്ക് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഭരതേട്ടൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മളെല്ലാവരെയും. അപ്പം അങ്ങനെ ഭരതേട്ടൻ ഞങ്ങളെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. ഞങ്ങൾ പിന്നെ കാറിൽ ഫുൾ ഫണ്ണായിരുന്നു, പാട്ടൊക്കെ പാടി എന്തൊക്കെയോ കുറേ സംസാരിച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. ഒന്നൂടെ പാട്, ഭൈരവി പാട്, ഭൈരവി പാട്, പാട് നീ. കഴിവുകളെല്ലാരും അറിയട്ടെ. അത് വേണ്ട, എനിക്ക് നാണാ. എനിക്ക് ഫാൻസ് അങ്ങനെ നളിന കാന്തി പാടുന്നത്. അല്ല, നളിന
എന്നോടാ കളിന്നൊക്കെ മുടിയൊക്കെ ആട്ടുന്നു. നിന്റെ പാസ്വേഡ് എല്ലാരും കണ്ടു. 1 2 3 4 5 6 7 യു കെൻ ആക്സസ് ഒന്നുമില്ല. അയ്യോ സ്റ്റോറി ഇടാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, പാട്ട് പാട്ട് തരുമോ? അങ്ങനെ നമ്മുടെ കൊച്ചിയിലെ കുറച്ച് ദിവസങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചി വന്നത്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കോളേജിലൊന്ന് പോകണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു. ഫസ്റ്റ് ഡേ തന്നെ അത് തീർത്തു കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു ഡോക്ടറെ കാണിക്കുന്നുണ്ടായിരുന്നു ഒരു കാര്യത്തിന്. അപ്പോൾ അത് എനിക്ക് ഭേദമായതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആദ്യം വീണ്ടും കുറച്ച് പ്രശ്നങ്ങൾ തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഡോക്ടറെ കണ്ടേക്കാന്ന്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഡോക്ടർ. അപ്പോൾ ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് അയച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയ സീനില്ല, ഒരു ടാബ്ലറ്റ് പറഞ്ഞെന്നുണ്ട്, അപ്പോൾ അത് കഴിച്ചാൽ മതി, ഇങ്ങോട്ടേക്ക് വരണം എന്നില്ല, അത് കഴിച്ചു നോക്കൂ, എന്നിട്ടും ഓക്കെ ആയില്ലെങ്കിൽ നമുക്ക് കാണാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കാണണം. അത് പിന്നെ കൊച്ചി വന്ന് എന്തായാലും അവരെ കാണണം എന്നുള്ള നിർബന്ധമാണല്ലോ. അപ്പം അങ്ങനെ എൻ്റെ വന്ന ഉദ്ദേശങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ട്രെയിനാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ കാര്യമായിട്ട് പുറത്തൊന്നും പോയില്ല കേട്ടോ. കാരണം വൈകുന്നേരം നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങുമ്പോഴേക്കും ഇടിയും മഴയും തുടങ്ങും. പിന്നെ ഒന്ന് സ്ലോ ആയി വരുമ്പോഴേക്കും നമ്മൾ ലേറ്റ് ആവും. പിന്നെ നമ്മളവിടെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് സുഖിച്ചു പോയി. പിന്നെ എനിക്ക് പൂപ്പിയുടെ ഫ്ലാറ്റിൽ വന്നാലുള്ളൊരു കുഴപ്പം, ഞാൻ കിടന്നുറങ്ങും. കാരണം എനിക്ക് അവളുടെ ഫ്ലാറ്റിൽ എനിക്കറിയില്ല, നല്ലൊരു എപ്പോഴും ഒരു തണുപ്പാണ്. അപ്പോൾ എനിക്ക് അവളുടെ ആ ബെഡും ഒരു കാർപ്പറ്റുണ്ട്, ആ കാർപ്പറ്റിൽ അങ്ങ് കിടന്ന് ഞാൻ ഉറങ്ങും. എനിക്ക് എന്താ അറിയില്ല, അത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ വന്നാലും അങ്ങനെയാണ്. അപ്പോൾ അവളുടെ ഫ്ലാറ്റ് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ എപ്പോഴും അങ്ങനെ കേട്ടോ. മുന്നേ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇപ്രാവശ്യം അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ കൂടുതലും വർത്താനൊക്കെ പറഞ്ഞ് ഫുൾ ഫണ്ണി. കാരണം 2 മാസങ്ങൾക്ക് ശേഷം കാണുന്നതാണല്ലോ. കുറേ കാര്യങ്ങൾ പറയാനും ഗോസിപ്പ് പറയാനും പിന്നെ നമ്മുടേതായ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വെരി മെമ്മറബിൾ ട്രിപ്പായിരുന്നു. ഐ എം സോ ഹാപ്പി ബിക്കോസ് അവരൊക്കെ 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. യൂഷ്വലി ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ പുണ്യാണെങ്കിൽ എൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പം ഇപ്പം എനിക്കങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇപ്പം എന്തെങ്കിലും വർക്ക്സ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രമേ ഞാൻ കൊച്ചിയിൽ വരാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കണ്ണൂർ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇപ്പോൾ അവരെ കാണാൻ പറ്റുന്നുള്ളൂ. അത് മാത്രമുള്ളൊരു വിഷമം. കാരണം ഞാൻ അവരുമായിട്ടാണ് ഏറ്റവും ക്ലോസ്. എനിക്കിപ്പോൾ നാട്ടിൽ അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ അവരുമായിട്ടൊക്കെ ഞാൻ ഇടയ്ക്ക് സംസാരിക്കും എന്നല്ലാണ്ട് ഭയങ്കര എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ എപ്പോഴും കാണുന്നില്ല. ഇവരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ എപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവരുടെ അടുത്താണല്ലോ ഷെയർ ചെയ്യുന്നതും പറയുന്നതൊക്കെ. അപ്പോൾ അവർ ദൂരെയായിപ്പോയതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അപ്പം ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നതിൻ്റെ ഭാഗ്യം. അങ്ങനെ അപ്പോൾ അതായിരുന്നു എൻ്റെ കൊച്ചി വന്നതിൻ്റെ ഉദ്ദേശങ്ങൾ. അപ്പോൾ ഞാൻ പോവാണ്. ഇനി എപ്പോഴാണ് കൊച്ചിയിലേക്കെന്ന് അറിയില്ല. എന്തെങ്കിലും വർക്ക്സൊക്കെ വരണം. അപ്പോഴേ ഇനി ഇവരെയൊക്കെ കാണാനും പറ്റുള്ളൂ. കൊച്ചി വരാൻ ചാൻസ് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ കാണാമല്ലോ എല്ലാവരെയും എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫുഡ് താഴെ വന്നിട്ട് വിളിച്ചതാണ്. പോണതിൻ്റെ മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ലേറ്റ് ആവുമല്ലോ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു. പിന്നെ ഞാനങ്ങനെ ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മളധികം വീട്ടിൽ തന്നെയായിരുന്നു ഫുൾ ടൈം സംസാരിക്കുക. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നൊന്നും ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചുമ്മാ പറഞ്ഞാൽ അപ്പം അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ആകെ അങ്ങനെ ഒരുപാട് പുറത്തും പോയിട്ടില്ല. അത്രയ്ക്കേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് ഞാൻ പോട്ടെ കേട്ടോ, സമയമായി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് പറയാം. ഞാൻ എല്ലാ കമൻസും എപ്പോഴും വായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പോസിറ്റീവ് കമൻസാണ് എനിക്ക് വരാറ്. ഭയങ്കര സന്തോഷം ഒക്കെ വായിക്കുമ്പോൾ. ഒരു എന്തൊരു നല്ല സന്തോഷമുണ്ട്. കുറച്ച് നെഗറ്റീവ് കമൻസും വരാറുണ്ട് ഇടയ്ക്കൊക്കെ. ദാറ്റ്സ് ഓക്കെ. ഞാനത് ആ ഒരു മൈൻഡിൽ എടുക്കാറുള്ളൂ. നെഗറ്റീവ്സ് പറയുന്നവരെപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ കാര്യമാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ
നമ്മൾ പോസിറ്റീവ്സ് എടുത്താൽ മതിയല്ലോ. പിന്നെ ചില നെഗറ്റീവ്സൊക്കെ ഒരു ഓക്കെ ചിലപ്പം ഇടയ്ക്ക് കൊള്ളാറുണ്ട്, പക്ഷെ എന്നാലും ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എന്താ പറയുക, അത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. ബൈ. Just wait, I will find you someday.